നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സർവീസ് വന്നു. നമുക്ക് എന്ത് ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ പേജ് നമ്പർ 9 ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ആണ് ഓൺ ദ റിസർവേഷൻസ് ആൻഡ് OBC ക്രീമി ലെയർ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് റിസർവേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. നമ്മുടെ ഗവൺമെന്റ് തലത്തിലെ ഒരു തീരുമാനങ്ങളായതുകൊണ്ട് തന്നെ ഗവർണൻസിന്റെ പെർസ്പെക്ടീവില് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ രണ്ടാമത്തെ ടോപ്പിക് ഡീപ് സീ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഡീപ് സീ മൈനിങ് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഡാർക്ക് ഓക്സിജൻ എന്നുള്ള ടേം ഈ പറഞ്ഞ പോലെ ആ ഒരു വാർത്ത നമുക്ക് നോക്കുമ്പോഴേക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ് ഈ ഡീപ് സീ മൈനിങ് എന്നുള്ളത് പഠിക്കണം. അതേപോലെ ഡാർക്ക് ഓക്സിജനും എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇതിനകത്ത് കുറച്ച് എക്കണോമിക്സ് പെർസ്പെക്റ്റീവിലായിട്ട് ആർട്ടിക്കിളിനകത്ത് പറയുന്നതുകൊണ്ടാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിലും അതുപോലെ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലും ഇതിനകത്ത് ഡിസ്കഷൻ വരുന്നുണ്ട്. സോ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക് ഗവർണേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇന്നലെ ഈ പറഞ്ഞ പ്രസിഡന്റ് ഏകദേശം 6ഓളം ഗവർണർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സംസ്ഥാനത്തെ ഗവർണറെ അടുത്തൊരു സംസ്ഥാനത്തേക്ക് അങ്ങനെ റീഷഫിളിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വാർത്ത വന്നിരിക്കുന്ന കാരണം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഗവർണർസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടും എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഈ മൂന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്നും പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ MCQ സോൾവ് ചെയ്തിട്ടായിരിക്കും സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ഇതാണ്, റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓൺ റിസർവേഷൻസ് ആൻഡ് OBC ക്രീമി ലെയർ. ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് എഡിറ്റോറിയൽ പേജിൽ ഒരു ആർട്ടിക്കിൾ കൂടി ഉണ്ടായിരുന്നു. രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും ഡിസ്കഷൻ ചെയ്യുന്നത്. കാരണം രണ്ടും ഡീൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വാർത്ത ഇത് പേജ് നമ്പർ 9 ഉണ്ടായിരുന്നതാണ്, ഓൺ റിസർവേഷൻസ് ആൻഡ് OBC ക്രീമി ലെയറുമായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് ഈ ഒരു വാർത്ത ഇപ്പൊ നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒബ്വിയസ്ലി ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് പത്രങ്ങളിലും അല്ലെങ്കിൽ വാർത്തകളിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് UPSCയുടെ ഒരു സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പൂജ കേത്കർ ഒരു IAS ട്രെയിനി ആയിരുന്നു. ആൾ ഈ പറഞ്ഞ പോലെ ആളുടെ സർട്ടിഫിക്കറ്റിൽ ചെറിയ രീതിയിൽ ഈ പറഞ്ഞ പോലെ ഓൾട്ടറേഷൻസ് വരുത്തിയിട്ടാണ് സർട്ടിഫിക്കറ്റുകൾ, റിസർവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ പൂജ കേത്കർ നേടിയത് എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ നിലവിൽ ഈ പറഞ്ഞ UPSC കാര്യങ്ങൾ അറിയുകയും പൂജ കേത്കറെ ഓൺ ഈ പറഞ്ഞ പോലെ നിലവിൽ ഒരു എന്താ പറയാ ട്രെയിനിങ് ഒക്കെ നിർത്തിയ ആളെ തിരികെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോ എനിവേ ആ കേസും കാര്യങ്ങളും UPSC അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ UPSCയുടെ ആ ഒരു ക്രെഡിബിലിറ്റി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം രാജ്യത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് പ്രീമിയർ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ കണ്ടക്ടിങ് ബോഡിയാണ് UPSC. അതുകൊണ്ട് തന്നെ ആ ഒരു UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസിന് ആ ഒരു പ്രാധാന്യവും എല്ലാവരും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫുൾ പ്രൂഫ് ആയിരിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോഴേക്കും UPSCയുടെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ തന്നെയാണ് കൃത്യമായിട്ടും അത് കളങ്കം ഏർപ്പെടുത്തുന്ന ഒരു കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ UPSC ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റർ ആകാൻ പോകുന്നു, എസ്പെഷ്യലി ഓൺ ദ ബേസ് ഓഫ് റിസർവേഷൻസ്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ റിസർവേഷൻസിന്റെ ഒക്കെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ UPSC കൊണ്ടുവരാൻ പോകുന്നു എന്ന രീതിയിലേക്ക് വാർത്ത വരുന്നുണ്ട്. ശരി, അതൊക്കെ നമുക്ക് അന്നേരം വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിലവിൽ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് വെച്ചിട്ട് ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഓൺ റിസർവേഷൻസ് ആൻഡ് OBC ക്രീമി ലെയർ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വാർത്തകൾ വായിക്കുമ്പോൾ അതിന്റെ കീവേഡുകൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ആ കീവേഡുകൾ വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീവേഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് റിസർവേഷൻ, അല്ലെ? റിസർവേഷനുള്ള കീവേഡ് ഇവിടെ കാണാൻ പറ്റും. രണ്ടാമത് OBC ക്രീമി ലെയർ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി പഠിക്കേണ്ടതായിട്ടുള്ളത്, റിസർവേഷൻസും എന്താണ്, പിന്നെ അതിൽ തന്നെ വരുന്ന ഈ OBC ക്രീമി ലെയർ. കാരണം ഇപ്പൊ നമ്മൾ ഈ വാർത്ത ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു പൂജ കേക്കർ ഉണ്ടല്ലോ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ മെയിൻലി OBC ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് പറയുവാണെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലി ഒക്കെയാണ്. പക്ഷെ ആൾ ഈ പറഞ്ഞ പോലെ ഇൻവാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഒക്കെ ഹാജരാക്കിയിട്ട് OBCയുടെ ഈ പറഞ്ഞ പോലെ ക്രീമി ലെയർ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ OBCക്ക് റിസർവേഷൻസ് ഉണ്ട്, പക്ഷെ വെറുതെ നമ്മൾ OBC ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിസർവേഷൻ കിട്ടത്തില്ല. OBCയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രീമി ലെയർ പരിധിയിൽ വരത്തില്ല. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, NCLR, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ OBCയുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ OBC റിസർവേഷൻ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ OBC എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള എക്സാംസിനൊക്കെ തന്നെ നോർമൽ ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡന്റ് ആയിട്ട് തന്നെ പരിഗണിക്കാറുള്ളൂ. ഈ പൂജ കേൾക്കർ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ പോലെ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്രൈറ്റീരിയ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. ഇല്ലീഗൽ ആയിട്ടാണ് അത് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ കളക്ട് ചെയ്ത്, മീൻസ് ഇൻവാലിഡ് ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്താണ്. പിന്നെ അതോടൊപ്പം തന്നെ ആള് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, PW ഫിസിക്കലി ഈ പറഞ്ഞ പോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ചലഞ്ചഡ് ആയിട്ടുള്ളതിന്റെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റും ആള് നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ തരത്തിൽ ഈ പറഞ്ഞ പോലെ ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ രണ്ട് തരം റിസർവേഷൻസിലൂടെയാണ് ആള് ആ ഒരു ജോലിയിലേക്ക് കയറി നമുക്ക് IAS ഈ പറഞ്ഞ പോലെ ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ ആളുടെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് ആ ഒരു എന്താ പറയാ
മീൻസ് ഫോൾസ് ഡേറ്റാസ് ഒക്കെ സബ്മിറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുമ്പോഴേക്കും ആദ്യം നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് എന്താണ് ഈ നോൺ ക്രീമി ലെയർ എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഒബിസിയിലെ നോൺ ക്രീമി ലെയർ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഒബിസി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. ഒബിസിയിൽ തന്നെ ആ റിസർവേഷൻസ് നമുക്ക് കിട്ടണമെങ്കിൽ വി ഷുഡ് ബി in non-creamy layer category. So ഇവിടെ creamy layer എന്താ ചോദിച്ചാൽ it's a concept that sets a threshold within which OBC reservation benefits are applicable. അതായത് നോൺ ക്രീമി ലെയർ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നിലവിൽ 8 ലക്ഷം രൂപയുടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ആനുവൽ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു റിസർവേഷൻസ് ഒന്നും കിട്ടത്തില്ല. നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഒബിസിയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിന് ഒബിസി എന്നുള്ള രീതിയിലേക്ക് പരിഗണിക്കത്തില്ല. 8 ലക്ഷം താഴേക്കാണ് നമ്മുടെ ആനുവൽ ഇൻകം, ഫാമിലി ഇൻകം, പേരന്റൽ ഇൻകം 8 ലക്ഷത്തിന് താഴേക്ക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒബിസിയുടെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുകയുള്ളൂ. സോ 27% നിലവിൽ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ജോലികളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒബിസിയുടെ കോട്ട എന്ന് പറഞ്ഞാൽ 27% റിസർവേഷൻസ് ഉണ്ട്. ഈ റിസർവേഷൻ കിട്ടണമെങ്കിൽ ദോസ് ഫോൾ വിത്തിൻ ദ ക്രീമി ലെയർ cannot get the benefit of this quota. ക്രീമി ലെയർ പരിധി ഈ 8 ലക്ഷത്തിന് മുകളിൽ വരുമാനം നേടുന്ന ആളുകളാണ് ക്രീമി ലെയർ പരിധി എന്ന് പറയുന്നത്. അപ്പൊ 8 ലക്ഷത്തിന് മുകളിൽ നമ്മൾ ക്രീമി ലെയർ ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ഈ റിസർവേഷൻ കിട്ടത്തില്ല. പകരം 8 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ ഇൻകം എങ്കിൽ വി ഫോൾ അണ്ടർ കാറ്റഗറി ഓഫ് നോൺ ക്രീമി ലെയർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. ഇനി ഈ ഇപ്പം നോൺ ക്രീമി ലെയർ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടി കാണുമല്ലോ. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിനാണ് നമ്മൾ റിസർവേഷൻസ് കൊടുക്കുന്നത്? റിസർവേഷൻ എന്ന് പറയുമ്പോൾ അതിലെ ഒറ്റ വാക്കായിട്ട് വൺ വേർഡ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഫർമേറ്റീവ് ആക്ഷൻസ്. അഫർമേറ്റീവ് ആക്ഷൻസ്, ഓക്കെ, അഫർമേറ്റീവ് ആക്ഷൻസ്. ഇതിനെയാണ് നമ്മൾ റിസർവേഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിസർവേഷൻസിന് കോമൺലി അറിയപ്പെടുന്ന പേരാണ് അഫർമേറ്റീവ് ആക്ഷൻസ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് 1947-48 പീരീഡിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ചലഞ്ചിങ് ആയുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാടധികം ഇൻഇക്വാളിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെ. ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാടധികം ഇൻഇക്വാളിറ്റീസ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വിട്ടുപോകുമ്പോഴേക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത ഒരു ഇനീഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റി. സമൂഹത്തിൽ ഇത്രത്തോളം ഇൻഇക്വാളിറ്റി നിൽക്കുന്നുണ്ട്. കാരണം അതുവരെ ഒരുപാടധികം ഈ പറഞ്ഞ പോലെ അടിച്ചമർത്തപ്പെട്ട ഒരുപാടധികം സമൂഹങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പ്രോപ്പറായിട്ട് വിദ്യാഭ്യാസം ഒന്നും തന്നെ കിട്ടാത്ത പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുമ്പോഴേക്കും ആ ടൈമിൽ ഇവർ ആ സമൂഹത്തിലെ മറ്റു ആളുകളുമായിട്ട് ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല ഇവർ നിൽക്കുന്നത്. ഇവർ ഒരുപാട് താന്നു നിൽക്കുന്നത്. സോ അവിടെ ഈ പറഞ്ഞ പോലെ ആ താന്നു നിൽക്കുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, കയറ്റിക്കൊണ്ട് വരണം. കയറ്റിക്കൊണ്ട് വരുമ്പോഴേക്കും ഒരു തരത്തിൽ പറഞ്ഞ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അവിടെ നടപ്പാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് ആ ടൈമിൽ റിസർവേഷൻസ് ആകെ 2 കാറ്റഗറിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, SC-ക്കും അതേപോലെ തന്നെ ST-ക്കും. ഓക്കെ, SC-ക്ക് പറയുമായിരുന്നെങ്കിൽ 15% ജോലികളിലൊക്കെ തന്നെ 15% റിസർവേഷൻ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ തന്നെ 15% റിസർവേഷൻ കൊടുത്തു. ST-ക്ക് 7.5% ആണ് റിസർവേഷൻ കൊടുത്തത്. പിന്നീട് ഏകദേശം 1990 ആയി കഴിഞ്ഞപ്പോൾ 1990 കാലഘട്ടത്തിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മണ്ഡൽ കമ്മീഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ മണ്ഡൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 1990 പീരീഡിൽ OBC-ക്ക് നമ്മൾ റിസർവേഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ OBC എന്ന് പറയുമ്പോൾ ഒരുപാടധികം കാസ്റ്റുകൾ അതിൽ വരുന്നുണ്ട്. 2000-ഓളം കാസ്റ്റുകൾ അതിനകത്ത് കയറി വരുന്നുണ്ട്. ആ ഒരു കാസ്റ്റിന് എല്ലാം കൂടെ ചേർത്തിട്ട് OBC-ക്ക് 27% റിസർവേഷൻ കൊടുത്തു. അപ്പോൾ OBC-യും കൂടി 27% റിസർവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടോട്ടൽ റിസർവേഷൻ എത്രയായി? ഓൾറെഡി SC-ക്കും ST-ക്കും 15-ഉം 7.5 ഉണ്ട്. അതായത് ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 22.7 ഉണ്ട്. 22.5% ഓൾറെഡി തന്നെ റിസർവേഷൻ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ OBC-ക്ക് 27% കൂടെ ആയി കഴിഞ്ഞപ്പോഴേക്കും the sum became 49.5%. അതുകൊണ്ട് നമ്മൾ നോക്കി, ഒരു ജോലിക്ക് ഈ പറഞ്ഞ 100 വേക്കൻസി ആണ് ഉള്ളെങ്കിൽ അതിനകത്ത് 50 വേക്കൻസീസ് ഈ രീതിയിൽ റിസർവ്ഡ് ആയിട്ട് മാറിപ്പോകും. പിന്നീട് ഓപ്പൺ കാറ്റഗറി മെറിറ്റ് സീറ്റുകൾ എത്ര മാത്രമേ ഉള്ളൂ? 50 സീറ്റുകളേ ഉള്ളൂ. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ റിസർവ്ഡ് ആയിട്ട് മാറിപ്പോകുന്നു. ഓപ്പൺ കാറ്റഗറി മെറിറ്റിന്റെ ബേസിൽ സീറ്റുകൾ കുറയുന്നു എന്ന രീതിയിലേക്ക് ഇവിടെ ചർച്ചകൾ വന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ കേസ് പോയി. ആ കേസാണ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്ദിര സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ ഇന്ദിര സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞത് ഇവിടെ റിസർവേഷൻസ്, ഐ മീൻ ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റിലേക്കും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ റിസർവേഷൻസ് 50% ക്രോസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്താണ് നിൽക്കുന്നത്? ഇപ്പൊ നിലവിൽ 14.5 ആണ്, അവിടെ നിർത്തിയേക്കുക. അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. കാരണം അത് മുകളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി സ്റ്റുഡൻസിന് കിട്ടുന്ന അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞൊരു കേസായിരുന്നു ഈ ഇന്ദിര സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ കേസിലാണ് നമ്മുടെ റിസർവേഷന്റെ അപ്പർ ലിമിറ്റ് 50% ആയിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പൊ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലവിൽ 50% മുകളിൽ റിസർവേഷൻസ് ഉണ്ട്. കാരണം 2019 നമ്മൾ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്നുള്ള ക്രൈറ്റീരിയ കൊണ്ടുവന്നു. EWS-ന് 10% റിസർവേഷൻസും കൂടെ നമ്മൾ കൊണ്ടുവന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി 49.5 ഉണ്ടായിരുന്നു. 49.5 ഉണ്ടായിരുന്നതിനോട് ഇപ്പോൾ 10 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ എത്രയാണ്? 59.5. അപ്രോക്സിമേറ്റ്ലി പറയുവാണെങ്കിൽ 60% എന്ന് പറയേണ്ടി വരും. ബാക്കി 40% ഇവിടെ മെറിറ്റോറിയസ് ഓപ്പൺ കാറ്റഗറിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ആലോചിച്ച്
ചോദിക്കുമ്പോൾ ഇത് ഇന്ദിരാ സോനി കേസിന് വിരുദ്ധമല്ലേ, അല്ലെങ്കിൽ ഇതിനെ ഈ പറഞ്ഞ ചലഞ്ചിങ് അല്ലേ ഈ ഡബ്ല്യൂസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഇവിടെ നമ്മൾ ഡിസ്ക്രിമിനേഷൻസ് ചില സിറ്റുവേഷൻസിൽ കാണിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം പറയുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ആലോചിച്ചേക്കാം. ആർട്ടിക്കിൾ 15ന്റെയും ആർട്ടിക്കിൾ 15 പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസ് അതിന് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻസ് എന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട്, പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പൊതുവായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഒരുപാട് നല്ല നല്ല സ്കീമുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പ്രൊമോഷൻ, അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കൂടുതൽ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ വയലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഒരു പർട്ടിക്കുലർ കാറ്റഗറി സെക്ഷൻസിന്റെ ഉന്നമനത്തിനായിട്ട് ഈ ചെയ്യുന്നതിനെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത്. ഇവിടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏതൊരു ഡിസ്ക്രിമിനേഷൻ ആണ്? നെഗറ്റീവ് ഡിസ്ക്രിമിനേഷൻ. അത് ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിൽക്കുന്ന ആളുകളെ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻസ് കാണിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നിലവിൽ പറയുവാണെങ്കിൽ ഇത്രത്തോളമാണ് നമ്മുടെ റിസർവേഷൻ ഒരു രീതി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ റിസർവേഷൻ കൊടുക്കുന്നതിലല്ല പ്രശ്നം ഇരിക്കുന്നത്. റിസർവേഷൻസ് കൊടുക്കുക തന്നെ വേണം. കാരണം നമുക്ക് ആൾക്കാർ ഈ പറഞ്ഞ അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് റിസർവേഷൻ കിട്ടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇനി റിസർവേഷൻസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് കൺസിഡർ ചെയ്യണം. അതാണ് മെയിൻലി ചെയ്യേണ്ടത്. ബട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പണ്ട് തൊട്ട് റിസർവേഷൻസ് കിട്ടുന്ന ആളുകൾ അവർ ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് കയറി വന്നു. ബട്ട് സ്റ്റിൽ ദേ ആർ അവൈലിംഗ് ദിസ് കൈൻഡ് ഓഫ് റിസർവേഷൻസ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ക്രീമി ലെയർ എന്നുള്ള കാറ്റഗറി എവിടെ മാത്രമേ ഉള്ളൂ? OBC കാറ്റഗറിയിൽ മാത്രമേ ഉള്ളൂ ക്രീമി ലെയർ. എവിടെയില്ല? SC ST വിഭാഗങ്ങളിൽ ഈ ക്രീമി ലെയർ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അതിലേക്കും കൂടെ ക്രീമി ലെയർ ആക്കണം എന്നുള്ള രീതിയിലേക്ക് സജഷൻസ് ഗവൺമെന്റിലേക്ക് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ തന്നെ വിധികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് ഓൺഗോയിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് വൺസ് റിസർവേഷൻ കൊടുത്തത്? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. വൺസ് ഏതെങ്കിലും കാറ്റഗറിക്ക് റിസർവേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റുന്നത് അല്ലെങ്കിൽ അതിലെ കുറവ് വരുന്നത് വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം വോട്ട് ബാങ്ക് ആണ്. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം നാളെ മുതൽ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ആ സർക്കാർ അതിനെ ഈ പറഞ്ഞ നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു വോട്ട് ബാങ്ക് തകരാതിരിക്കാനായിട്ട് റിസർവേഷൻസ് വൺസ് കൊടുത്തത് തിരികെ എടുക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ വളരെ കുറവാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, എന്തിനാണ് നമ്മൾ റിസർവേഷൻ കൊടുത്തത്? ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനായിട്ട്. സോ വൺസ് ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം? ഇത് മാറ്റുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ റിസർവേഷൻസ് കിട്ടാത്ത ആളുകളിൽ അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിലേക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് ആ നോൺ ക്രീമിലെയറുമായിട്ട് ബന്ധപ്പെട്ടും റിസർവേഷൻസുമായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ബേസ് ഓഫ് ക്രീമിലെയർ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത്? ഈ പറഞ്ഞ പോലെ OBCയുടെ റിസർവേഷൻ 27%. സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ നിർദ്ദേശമാണ്. അതാണ് കോമൺലി നമ്മൾ പറഞ്ഞ മണ്ഡൽ കമ്മീഷൻ. ബട്ട് സുപ്രീം കോടതിയിൽ ഇന്ദിരാ സോനി കേസ് 1990 ഇത് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞൊരു കാര്യമാണ് 50% ക്രോസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ OBCയുടെ ക്രീമി ലെയർ എന്നുള്ള കൺസെപ്റ്റ് വന്നു. ഈ ക്രീമി ലെയർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 8 ലക്ഷം എന്നുള്ളൊരു ബാരിയർ വെച്ചു. ആ ബാരിയറിന് മുകളിൽ കിട്ടുന്ന വരുമാനമുള്ള ആൾക്കാർക്ക് OBCയുടെ ഈ റിസർവേഷൻ കിട്ടത്തില്ല. അതിൽ താഴെ വരുമാനമുള്ള ആളുകൾക്ക് ഈ റിസർവേഷൻസ് ഒക്കെ തന്നെ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾക്ക് വന്നത് ആ ടൈം പീരിയഡിലാണ്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവേഷൻസ് കൊടുക്കുക തന്നെ ഓക്കെ, കുഴപ്പമില്ല. അത് ഈ പറഞ്ഞ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് വൺസ് കിട്ടി അത് ഈ പറഞ്ഞ ആ ഒരു ജനറേഷൻ അല്ലെങ്കിൽ അവർ നെക്സ്റ്റ് ജനറേഷൻ അപ്ലിഫ്റ്റഡ് ആയി ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ റിസർവേഷൻസിൽ ആ കൊടുക്കുന്ന റിസർവേഷൻസിൽ മാറ്റങ്ങൾ വരുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നേരായിട്ടുള്ള മീൻസ് എല്ലാ ക്രൈറ്റീരിയയും പാലിച്ചിട്ടാണോ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ചെക്ക് ചെയ്യണം. എസ്പെഷ്യലി OBCയുടെ ഈ പറഞ്ഞ നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിന്റെ സർട്ടിഫിക്കറ്റുകൾ. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു പൂജ കെർക്കർ ആ ഒരു ഇഷ്യൂവിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഈ എന്താ പറയുക സർട്ടിഫിക്കറ്റുകളൊന്നും പ്രോപ്പർലി ചെക്ക് ചെയ്യാണ്ടാണ് ഇഷ്യൂ ചെയ്തത്. ആളുടെ വീടിന്റെ വരുമാനം എത്രയാന്ന് നോക്കിയിട്ടില്ല. ഈ പറഞ്ഞ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ചെക്കിംഗ് ഒന്നും തന്നെ നടത്തിയില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ പേപ്പർ ഫോർമാറ്റിലെ സാധനം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പകരം എല്ലാം കൃത്യമായിട്ടും വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒറ്റയടിക്ക് റിസർവേഷൻസ് നടപ്പിലാക്കുന്നതല്ല ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരുപാടധികം ആൾക്കാർ ഇപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ നമ്മൾ തള്ളിക്കളയുന്ന സിറ്റുവേഷൻസിലേക്ക് മാറിപ്പോകും. സോ വി ഹാവ് ടു ചെക്ക് പ്രോപ്പർലി ആൻഡ് ഇഷ്യൂ ദോസ് സർട്ടിഫിക്കറ്റ്. അതിപ്പം EWSന്റെ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ OBCയുടെ ആയാലും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയാലും എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് കൃത്യമായിട്ടും കൊടുക്കുക. ഇൻഎലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ടും ഈ കാര്യത്തിൽ ചെയ്യേണ്ടുന്ന മെയിൻ ക്രൈറ്റീരിയ. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ മെയിൻലി ഡിസ്കസ് ചെയ്തിരിക്കുക. അപ്പൊ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിൾ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു 15 16 വയലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15th എന്താ പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസ് ഓഫ് ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് പറയാം. പക്ഷെ ഇവിടെ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. The state shall not discriminate against any citizen on grounds only of religion, only of race, only of caste,
സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്നുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസിൽ ഗവൺമെന്റ് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി അവിടെയാണ് എക്സാമ്പിൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യുന്നത്. അത് ആർട്ടിക്കിൾ 15 വയലേഷൻ അനുസരിച്ച് അല്ല. ഇതിന്റെ സബ് ക്ലോസ് ആയിട്ട് പറയുന്നുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡിസ്ക്രിമിനേഷൻ കാണിക്കാം. അതിനെ നെഗറ്റീവ് എന്നല്ല, അതിനെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ന രീതിയിലേക്കാണ് അതിനെ വിലയിരുത്തപ്പെടാറുള്ളത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സിറ്റിസൺസ് ഇൻ കേസ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇവിടെയും സർക്കാരിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഡിസ്ക്രിമിനേഷൻസ് കാണിക്കാം. അത് അപ്ലിഫ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കാറുള്ളത്. അപ്പൊ അതൊന്നും ഇതിന്റെ വയലേഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ, ഇത് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആയിരുന്നു, ഡിഫെൻഡിങ് ഡിസേബിലിറ്റി റിസർവേഷൻസ്. അതായത് ഇങ്ങനെ ഇപ്പൊ ഈ ഒരു പൂജ കേത്കറിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ പലയിടങ്ങളിലും ആവശ്യം വരുന്നുണ്ട്. ഫിസിക്കലി മീൻസ് ഹാൻഡിക്യാപ്ഡ്, മീൻസ് ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ആകാം, മെന്റലി ആകാം. മെന്റലി ഹാൻഡിക്യാപ്ഡ് എന്നുള്ള ക്രൈറ്റീരിയ എടുത്ത് മാറ്റണം. മീൻസ് അതിനകത്ത് ഈ പറഞ്ഞ റിസർവേഷൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് നിർത്തലാക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഎലിജിബിൾ ആയിട്ടുള്ള ആളുകൾ കൊടുക്കാതിരിക്കുക. ഇതിനകത്ത് ഒരുപാട് എലിജിബിലിറ്റി ഉള്ള ആളുകളാണ്. ഇപ്പൊ എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഇപ്പം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടാണെങ്കിലും സർവീസുകളിൽ കയറുന്ന മീൻസ് സർവീസ് അല്ല റാങ്ക് ലിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് സർവീസ് അലോക്കേഷൻ വളരെയധികം താമസിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 2021 UPSC ഒരു ടോപ്പർ ആയിരുന്ന വികാസ് കുമാറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഈ വികാസ് കുമാർ ആണെങ്കിലും പലതവണ കേസ് സുപ്രീം കോടതിയിൽ കേസ് പോയതിനു ശേഷമാണ് ആൾക്ക് സർവീസ് അലോക്കേഷൻ കിട്ടിയത്. റാങ്ക് ലിസ്റ്റ് വന്നുകൊണ്ട് മാത്രമല്ല, നമുക്ക് സർവീസ് അലോക്കേഷൻ കൂടെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വികാസ് കുമാർ 2021 ടോപ്പർ ആയിരുന്നു. ആൾക്ക് സുപ്രീം കോടതിയിലൊക്കെ പലതവണ കയറി ഇറങ്ങിയിട്ടാണ് കേസുകൾ ഫയൽ ചെയ്തിട്ടാണ് UPSC സർവീസ് അലോക്കേഷൻ പോലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പല കേസുകൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെയും കൂടെ കാര്യം ഇവിടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഈ പറഞ്ഞ വിട്ടുപോയി. അങ്ങനെ എന്തായാലും ഒരു എക്സാമ്പിൾ ആണ് ഇത് തന്നെ. ഇറാ സിംഗൾ ഈ പറഞ്ഞ പോലെ ഒരു വർഷം UPSC ടോപ്പർ ആയിരുന്നു. ആ ടോപ്പറിന് ഈ പറഞ്ഞ പോലെ പലതവണ കേസുകളിൽ പോയതിനു ശേഷമാണ് UPSC സർവീസ് അലോക്കേഷൻ ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. സർവീസ് അലോക്കേഷൻസും കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ആ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്രോപ്പർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നുള്ള കാര്യം നോക്കുക. കാരണം അല്ലാതെ ഒറ്റയടിക്ക് ഈ മെന്റൽ എലിജിബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തള്ളിക്കളയുന്ന കാര്യമില്ല, പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു വ്യക്തി മെന്റലി ഈ പറഞ്ഞ പോലെ ഹാൻഡിക്കേഡ് മീൻസ് അല്ലെങ്കിൽ മെന്റലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ശരിക്കുമുള്ള ആളുകൾ ഉണ്ടാവും. അത് കൃത്യമാണെന്ന് പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മീൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും തള്ളി പോകാൻ പാടില്ല. ഇൻഎലിജിബിൾ ആയിട്ടുള്ള ആളുകൾ കയറി വരാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. ആ ഒരു ടോപ്പിക്കായി ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിന്റെ ഓൾമോസ്റ്റ് സിമിലർ ഐഡിയാസ് തന്നെ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ കണ്ടന്റ് പേജിൽ ഈ ന്യൂസ് ആഡ് ചെയ്യാൻ. കാരണം ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പറയാനായിട്ടില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങളിലാണ് മെയിൻലി ഇവിടെ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ടോപ്പിക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുമായിട്ട് ബന്ധപ്പെട്ടാണ്. സർപ്രൈസിംഗ് ഡാർക്ക് ഓക്സിജൻ ഡിസ്കവറി കുഡ് എൻസ്നാൾ ഡീപ് സീ മൈനിങ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഹെഡിങ്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞ പോലെ കീവേഡുകൾ ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഡാർക്ക് ഓക്സിജനും അതേപോലെ ഡീപ് സീ മൈനിങ്ങും. ഓക്കെ, ഈ രണ്ട് കീവേഡുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ കീവേഡുകളെ കുറിച്ചാണ് നമുക്ക് കൂടുതലും പഠിക്കാനായിട്ടുള്ളത്. സോ ആദ്യം തന്നെ എന്താണ് ഡീപ് സീ മൈനിങ്? ആ പേര് പോലെ തന്നെ വളരെ ആഴങ്ങളുള്ള സീബഡ് മൈനിങ്ങിനെയാണ് നമ്മൾ ഡീപ് സീ മൈനിങ്. വളരെ ആഴങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അല്ലെങ്കിൽ അതിലും ഡീപ്പർ ആയിട്ടുള്ള ഓഷ്യൻ ബെഡ് മൈനിങ്സ് ആണ് ഡീപ് സീ മൈനിങ് എന്ന് ബേസിക്കലി പറയപ്പെടാറുള്ളത്. ഈ മൈനിങ്ങുകൾ മെയിൻലി ഈ പറഞ്ഞ പോലെ കൂടുതൽ നമുക്കറിയാം കടലിന്റെ ആഴങ്ങൾ കൂടുന്ന വളരെ ദൂരങ്ങൾ ചെല്ലുന്നതോറുമാണ്. ഇപ്പൊ തീരത്തും തൊട്ടടുത്തല്ല ഡീപ് സീ മൈനിങ്, വളരെ ദൂരങ്ങൾ ചെല്ലും. അതായത് പൊതുവിൽ ഈ കടലിലൊക്കെ തന്നെ പർട്ടിക്കുലർലി പറയുവാണെങ്കിൽ ഒരു 12 നോട്ടിക്കൽ മൈലൊക്കെ തന്നെ അല്ലെങ്കിൽ അവിടെ വരെയൊക്കെയുള്ള സാധനങ്ങളുടെ റിസർവിന്റെ എല്ലാം അധികാരങ്ങൾ ആ രാജ്യത്തിന് തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്കുള്ളതാണ് ഈ ഡീപ് സീ എന്ന് പറയുന്നത്. അപ്പം പൊതുവിൽ ഈ പറഞ്ഞ ഇന്റർനാഷണൽ വാട്ടേഴ്സിലൊക്കെയാണ് പലപ്പോഴും ഈ ഒരു ഡീപ് സീ ഏരിയാസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അവിടുത്തെ റെഗുലേഷൻ ചെയ്യുന്ന അതോറിറ്റിയാണ് ഡീപ് സീ ബെഡ് മൈനിങ് അതോറിറ്റി. ഡീപ് സീ ബെഡ് മൈനിങ് അതോറിറ്റി എവിടെയും വാർത്തകൾ കേൾക്കുമ്പോൾ ഓർത്തിരുന്നേക്കാം, ഡീപ് സീ ബെഡ് മൈനിങ് അതോറിറ്റിയാണ് ഈ ഡീപ് സീ മൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഇറക്കുന്നത്. സോ ഡീപ് സീ മൈനിങ് ഇൻവോൾവ്സ് റിമൂവിംഗ് മെറ്റീരിയൽ ഡിപ്പോസിറ്റ്സ് ആൻഡ് മെറ്റൽസ് ഫ്രം ദ ഓഷ്യൻസ് സീബെഡ്. അതായത് വളരെ താഴ്ചയുള്ള സീബെഡിലാണ് ഇത് മൈനിങ് നടക്കുന്നത്. 5, 6, 10 കിലോമീറ്റേഴ്സ് ഒക്കെ തന്നെ ഡീപ്പർ ആയിട്ടുള്ള ഓഷ്യൻസിലാണ്. ഇനി ഈ ഡീപ് സീബെഡ് മൈനിങ്ങിൽ 3 തരത്തിലുള്ള മൈനിങ് ആണ് നടക്കുന്നത്. ടേക്കിംഗ് ഡിപ്പോസിറ്റ് റിച്ച് പോളിമെറ്റാലിക് നോഡ്യൂൾസ് ഓഫ് ദ ഓഷ്യൻ ഫ്ലോർ. ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ അയണിന്റെയും ഈ പറഞ്ഞ പോലെ നിക്കലിന്റെയും ഒക്കെ തന്നെ ഡിപ്പോസിറ്റുകൾ ചേർത്ത് വിളിക്കുന്നതാണ് പോളിമെറ്റാലിക് നോഡ്യൂൾസ്. അതിന്റെ ഡിപ്പോസിറ്റ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ മൈൻ ചെയ്തെടുക്കാറുണ്ട്. മൈനിങ് മാസീവ് സീ ഫ്ലോർ സൾഫൈഡ് ഡിപ്പോസിറ്റുകളുടെയും വളരെ നിക്ഷേപങ്ങൾ. കൊബാൾട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ ഡീപ് സീ ഓഷ്യൻ ഫ്ലോറുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ക്രിട്ടിക്കൽ മെറ്റലുകളുടെ ഡിപ്പോസിറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സൾഫർ ഡിപ്പോസിറ്റ്സ് ഉണ്ടാവും, കൊബാൾട്ടിന്റെ, പോളിമെറ്റാലിക് നോഡ്യൂൾസ് മീൻസ് അയണിന്റെ ഒക്കെ തന്നെ ഡിപ്പോസിറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ മെറ്റലുകൾ
മെറ്റലുകളെല്ലാം വളരെ ക്രിട്ടിക്കൽ, മീൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ വെഹിക്കിൾസിന്റെ ബാറ്ററീസ് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്, സെൽഫോണിലൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ തന്നെ ഉത്പാദിപ്പിക്കാനായിട്ട് ഈ മെറ്റലുകൾ, അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ മെറ്റൽസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമുള്ളത്, ഇലക്ട്രോണിക് ചിപ്പുകളൊക്കെ നിർമ്മിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള മെറ്റലുകൾ നമ്മുടെ സർഫസിൽ, ഓഷൻ മീൻസ് എർത്ത് സർഫസിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇത്തരത്തിലുള്ള ഓഷൻ സർഫസിൽ ഇത് കൂടുതലായിട്ടുണ്ട്. അപ്പൊ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ മൈനിങ്ങുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീപ് സീബഡ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഷൻ ഫ്ലോർ എക്സാമിനേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു മിഷൻ അപ്കമിങ് വരുന്നുണ്ട്, നോൺ ആസ് സമുദ്രയാൻ. നമ്മൾ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. സമുദ്രയാൻ മിഷൻ ഇന്ത്യയുടെ ആ ഒരു സീബഡ് മൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലോറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു മിഷനാണ് സമുദ്രയാൻ മിഷൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സീബഡ് മൈനിങ്ങുകൾ വളരെയധികം പോപ്പുലാരിറ്റിയാണ്. ഇനി ഡീപ് സീബഡ് എന്താണെന്നുള്ള കാര്യം പിടിയിട്ടുണ്ട്. വളരെ ആഴങ്ങളിലുള്ള സീബഡുകൾ, അവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് പോളിമെറ്റാലിക് നോഡ്യൂൾസ്, സൾഫർ ഡിപ്പോസിറ്റുകൾ, കൊബാൾ ഡിപ്പോസിറ്റുകളാണ് കൂടുതലും കാണുന്നത്. ഈ ആഴം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നോർമലി ഈ പ്രദേശങ്ങളിൽ ഓക്സിജന്റെ അളവ് ഇല്ല എന്നുള്ളതായിരുന്നു സയന്റിസ്റ്റുകൾ കണക്കാക്കിയിരുന്നത്. കാരണം നോർമലി ഓക്സിജൻ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സൺലൈറ്റിന്റെ പ്രസൻസ് വരണം. കാരണം സൺലൈറ്റ് വന്നിട്ടൊക്കെയാണ് ഈ ഓക്സിജൻ അവിടെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇത് വളരെ താഴ്ചയിലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ സൺലൈറ്റിന്റെ പ്രസൻസ് ഒന്നും ഇല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ കാണാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് പൊതുവിൽ ശാസ്ത്ര സമൂഹം കണക്കാക്കി വെച്ചിരുന്നത്. പക്ഷെ പുതിയ പഠനങ്ങൾ വെളിവാക്കുന്നത് ആ പ്രദേശങ്ങളിലും ഓക്സിജന്റെ അളവുണ്ട്. അപ്പോൾ എങ്ങനെ സൺലൈറ്റ് ഇല്ലാതെ അവിടെ ഓക്സിജൻ വന്നു എന്നുള്ള കാര്യത്തിലേക്ക് സംശയം വരികയും അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസിന്റെ കാര്യം കയറി വരുന്നത്. അതായത് ഓൾറെഡി അവിടെ പോളിമെറ്റാലിക് നോഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസ് നിന്ന് ചെറിയ തോതിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ചെറിയൊരു സ്മോൾ വോൾട്ടേജ് കറണ്ട് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം വാട്ടറിനെ, വെള്ളത്തിന് H2O ഇലക്ട്രോലിസിസ് കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഓക്സിജനും ഹൈഡ്രജനും സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഓക്സിജന്റെ പ്രസൻസ് ആണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സോ അതൊരു പുതിയൊരു കണ്ടുപിടുത്തമാണ്. ശാസ്ത്ര സമൂഹം ഇതുവരെ വിചാരിക്കാത്തൊരു സാധനമായിരുന്നു. അത് നോർമലി അവിടെ ഓക്സിജൻ കിട്ടാൻ വളരെ പ്രയാസമാണെന്നുള്ളതായിരുന്നു കൽപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അവിടെ കിട്ടുന്ന ഓക്സിജൻ, വളരെയധികം ഓക്സിജൻ അവിടെ ഉണ്ട്. ആ ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടുത്തെ വെള്ളത്തിന്റെ ഈ പോളിമെറ്റാലിക് നോഡ്യൂൾസിൽ നിന്നും സപ്ലൈ ചെയ്യപ്പെടുന്ന ഇലക്ട്രിക് കറണ്ടിലൂടെ ആ ഒരു വോൾട്ടേജിലൂടെയാണ് അവിടെ ഓക്സിജൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് കൽപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഓക്സിജന്റെ പേരാണ് ഈ ഡാർക്ക് ഓക്സിജൻ. അതായത് ഓക്സിജൻ ദാറ്റ് ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഇൻ കംപ്ലീറ്റ് ഡാർക്ക്നെസ്. നമ്മുടെ ഇവിടെ സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓഷ്യന്റെ സർഫസ് ഫ്ലോറിനാണെങ്കിലും സൺലൈറ്റ് കിട്ടും. ഇത്തരത്തിൽ വളരെ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓക്സിജന്റെ പേരാണ് ഡാർക്ക് ഓക്സിജൻ. ഈ ടേമുകളൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രിലിംസിന് വളരെയധികം ആവശ്യമായിട്ട് മാറും. സോ ഇറ്റ്സ് മെയിൻലി തൗസൻഡ്സ് ഓഫ് ഫീറ്റ് ബിലോ ദ ഓഷ്യൻ സർഫേസ് ടേം ഡാർക്ക് ഓക്സിജൻ എന്നറിയപ്പെടുന്നു. വളരെയധികം താഴ്ചയിലുള്ളതാണ് ഡാർക്ക് ഓക്സിജൻ. ഈ ഡിസ്കവറി വളരെയധികം രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് നോർമലി ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ രീതിയിൽ ഈ പറഞ്ഞ പോലെയാണ് ഓക്സിജൻ അവിടെ ഓഷ്യൻ ബെഡിൽ ഈ പറഞ്ഞ പോലെ നോർമലി ഓക്സിജന്റെ പ്രസൻസ് ഒക്കെ തന്നെ ഫോട്ടോസിന്തസിസിലൂടെയാണെന്നാണ് കൽപ്പിക്കപ്പെടുന്നത്. കാരണം ഫോട്ടോസിസ് സമയത്ത് ഗ്രീൻ പ്ലാന്റ്സുകൾ ഓക്സിജൻ പുറത്തേക്ക് വിടുമല്ലോ. പക്ഷെ ഈ മേഖലകളിലൊക്കെ തന്നെ നമ്മളും പറഞ്ഞ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയല്ല. ഡീപ്പ് ഓക്സിജൻ അവിടെ ആ മേഖലകളിൽ കാണപ്പെടുന്നത് പോളിമെറ്റാലിക് നോഡ്യൂൾസിന്റെ സഹായത്തോടുകൂടിയാണ് എന്നുള്ള രീതിയിലേക്കാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ലാസ്റ്റ് ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഇൻ മിഡ് നൈറ്റ് റീഷഫിൾ പ്രസിഡന്റ് അപ്പോയിന്റ്സ് 6 ന്യൂ ഗവർണേഴ്സ്. അപ്പം ഇവിടെ തന്നെ നമുക്ക് ഒരു കാര്യം പഠിക്കാനായിട്ട് ഒരു ഫിലിംസ് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നവരാണ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അപ്പോയിന്റ്സ് ഗവർണേഴ്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുന്ന സെൻട്രൽ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രലിലെ ഏജന്റും കൂടിയാണ് ആര് ഈ ഗവർണർ എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഗവർണർ എന്നുള്ള പദവി ഓരോ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്തെ നിയമനിർമ്മാണം മീൻസ് ലോ മേക്കിംഗ് പ്രോസസ് സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാനുണ്ട്. നോർമലി നമുക്കറിയാം സെൻട്രൽ ലെവലിൽ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവൺമെന്റ് ഒപ്പിടുമ്പോഴാണ് ആക്ട് ആയിട്ട് മാറുന്നത്. എന്നതുപോലെ തന്നെയാണ് സംസ്ഥാന തലത്തിൽ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് പാസ്സാക്കുന്ന ബില്ല് ഗവർണർ ഒപ്പിടുമ്പോഴാണ് ആ ബില്ല് ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ആ ഒരു റോളാണ് സെൻട്രലിലെ പ്രസിഡന്റ് പോലെ തന്നെ സംസ്ഥാനത്ത് ഉള്ള ഒരു വ്യക്തിയാണ് ഗവർണർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഗവർണർ, everything related to the office of governor has been discussed under part 6. Part 6 of our constitution mention ചെയ്യുന്ന ആരെ കുറിച്ചാണ്? ഓഫീസ് ഓഫ് ഗവർണർ, ഗവർണറെ കുറിച്ചാണ്. ആർട്ടിക്കിൾ നമ്പർ 153 മുതൽ 162 വരെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവർണറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദോസ് ആർട്ടിക്കിൾസ് ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ദാറ്റ് ഗവർണർ ഹാസ് എ ഡ്യുവൽ റോൾ. ഗവർണർ രണ്ട് റോൾ എന്ന് പറയുന്നുണ്ട്. ഷീ ഓർ ഹി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ്? ഗവർണറാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ നമ്മുടെ രാജ്യത്തിന്റെ നേഷൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് who is bound by the advice of his council of ministers. മന്ത്രിസഭയുടെ അഡ്വൈസ് പ്രകാരം മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ് ഗവർണർ എന്ന് പറയുന്നത്. ആൻഡ് ഷീ ഓർ ഹി ഫങ്ഷൻസ് ആസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. യൂണിയനും സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് പലപ്പോഴും ആര് ഗവർണർ എന്ന് പറയുകയാണെങ്കിൽ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്, ആർട്ടിക്കിൾ 183. ഇതിനകത്താണ് പറയുന്നത് there shall be a governor for each seat. ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം. And the same person can be the governor of 2 or more seats. ഇത് നമുക്ക് പ്രിലിംസിന് ആവശ്യം വരും. ഒരേ ഗവർണർക്ക് രണ്ടോ അതിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നാൽ തെറ്റാ. കാരണം 153 പറയുന്നുണ്ട് എവറി സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ ഗവർണർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ സെയിം പേഴ്സൺ ക്യാൻ ബി എ ഗവർണർ ഓഫ്
ടു ഓർ മോർ സ്റ്റേറ്റ്സ്, ഒരേ വ്യക്തിക്ക് രണ്ടോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് ഇരിക്കാനുള്ള പ്രൊവിഷൻ ആർട്ടിക്കിൾ 153 ഇനി ഈ പ്രൊവിഷൻസ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1956 പ്രകാരമാണ് ഒരു വ്യക്തിക്ക് തന്നെ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ട് ഇരിക്കാം എന്നുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്ത് ചേർത്തത്. ഇനി ആർട്ടിക്കിൾ 155 പറയുന്നത് ഗവർണർ ഓഫ് സ്റ്റേറ്റ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഗവർണർ പ്രസിഡന്റിനാൽ അപ്പോയിന്റ് ചെയ്യപ്പെടണം ബൈ വാറന്റ് ഓഫ് ഹിസ് ഹാൻഡ് ആൻഡ് സീൽ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 155. പക്ഷെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഈ പദവി അധികാരം എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിഷണറി പവർ അല്ല. ഡിസ്ക്രിഷണറി പവർ എന്ന് പറഞ്ഞാൽ സ്വമേധയാണ് പ്രസിഡന്റിന് ആരോട് ചോദിക്കാൻ ചുമ്മാ ചെയ്യാൻ പറ്റുന്ന ഒരു അധികാരം ഇതാണെന്ന് ചോദിച്ചാൽ അല്ല. ഇങ്ങനെ ഒരു വ്യക്തിയെ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് നിർദ്ദേശം നൽകുന്നത്. ആരാ നിർദ്ദേശം നൽകുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ സെൻട്രൽ കൗൺസിൽ, പ്രൈം മിനിസ്റ്റർ അടങ്ങുന്ന കേന്ദ്ര മന്ത്രിസഭയാണ് നിർദ്ദേശം നൽകുന്നത്. ഇന്നയാളുടെ പേര് സബ്മിറ്റ് ചെയ്യും, ഇന്നയാളുടെ ഗവർണറാക്കുക, ഇന്ന സംസ്ഥാന ഗവർണറാക്കുക എന്ന് പറഞ്ഞ പേര് സബ്മിറ്റ് ചെയ്യും. അതിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഒപ്പിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രസിഡന്റിന്റെ ഡിസ്ക്രിഷണറി പവർ അല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കും. പക്ഷേ ആർട്ടിക്കിൾ 155 പ്രകാരം ഇവിടെ ഗവർണർ ഓഫ് സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ബൈ വാറന്റ് ഓഫ് ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. എത്ര വർഷത്തേക്കാണ് പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ മീൻസ് വേറൊരു ചോദ്യം ചോദിക്കാം, ഗവർണർക്ക് നോർമൽ 5 വർഷം എന്നുള്ള ഫിക്സഡ് ടെന്യൂർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നോർമലി ഗവർണറുടെ ടെന്യൂർ എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ പറഞ്ഞ ഗവർണർ ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ 5 വർഷത്തിന് മുമ്പ് വേണമെങ്കിലും ഒരു വ്യക്തിയെ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് സാധിക്കും. പ്രസിഡന്റിന്റെ പ്ലഷർ ആ ഒരു കാലയളവിലാണ് നോർമലി. ബട്ട് ദ നോർമൽ ടേം ഈസ് 5 ഇയർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നോർമലി 5 വർഷം കഴിഞ്ഞാൽ ആള് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറും. വേണമെങ്കിൽ തുടർന്ന് പ്രസിഡന്റ് അനുവദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസിഡന്റ് വീണ്ടും അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഅപ്പോയിന്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഗവർണർ മേ ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ് ടു ദ പ്രസിഡന്റ് റിസൈൻ ഫ്രം ഹിസ് ഓഫീസ്. അപ്പം ഗവർണർ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ് ഗവർണർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് പറയുന്നത് 156. അപ്പം പ്രസിഡന്റിന്റെ റിസൈനെ കുറിച്ച് പറയുന്നത് 156, അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് പറയുന്നത് 155, പിന്നെ ഒരു വ്യക്തിക്ക് തന്നെ രണ്ടോ മൂന്നോ അതിൽ കൂടുതലോ സംസ്ഥാനങ്ങൾ ഗവർണർ ആയിട്ടിരിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 153. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത് നമ്മൾ ഇന്ന് പഠിച്ച ഇപ്പം തൊട്ടും നമ്മൾ കണ്ട ഗവർണറെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എഴുതാനായിട്ടൊക്കെ സാധിക്കും. സോ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആൻസർ ആണ്. പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ രേഖപ്പെടുത്തുക. എ ഓപ്ഷൻ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.